Father, open my heart of understanding. കർത്താവേ, ഇപ്പോൾ എന്റെ ഹൃദയം ഒന്ന് തുറക്കണമേ. ദൈവവചനം കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ എന്റെ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. Give me that word for today. ഇന്നത്തേക്കുള്ള വചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. And Lord, I worship you. Lord, I worship you. And Lord, I worship you. Lord, I worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. And Lord, I worship you. I worship you. And Lord, I worship you. And I worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. Your name is holy, അങ്ങയുടെ നാമം പരിശുദ്ധമാണ്. which means it is separated and on the most high. There is no name like you. അതിന്റെ അർത്ഥം കർത്താവേ, അങ്ങയുടെ നാമം വേർതിരിക്കപ്പെട്ടതാണ്. അത് മറ്റെല്ലാ നാമത്തിനും ഉയർന്ന മാറ്റി And നിർത്തപ്പെട്ടതാണ്. I thank you, Father, that you have given the privilege that we can use this name. കർത്താവേ, ഈ നാമം ഉപയോഗിക്കുവാനുള്ള അധികാരവും പദവിയും ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. Thank you that whatever we do in word or in deed, we can use this name. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ഈ നാമം ഉപയോഗിക്കാനുള്ള മഹാപദവി തന്നതിനായി സ്തോത്രം. We give you all the glory. എല്ലാ മഹത്വം അങ്ങേക്ക്. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Amen. ആമേൻ. Isn't it wonderful? ഓ, അത് എത്ര അത്ഭുതകരമായിരിക്കും. We had the World Food Day on the 16th of October. 16-ാം തീയതി നമുക്ക് ലോക ഭക്ഷ്യദിനമായിരുന്നു. We'll take 40 seconds and we will just see 40 seconds because I have the message in me which is bubbling to be delivered. ലോക ഭക്ഷ്യദിനത്തിൽ നമ്മുടെ വിവിധ സഭകളിൽ നടന്ന കാര്യം ഒരു ചെറിയ ക്ലിപ്പിംഗ് 40 സെക്കൻഡേ ഉള്ളൂ. അത് കണ്ട ശേഷം എനിക്ക് വചനം എൻ്റെ അകത്തിൽ കത്തുകയാണ്. അത് നിങ്ങളുമായി പങ്കിടണം. And so many testimonies I can hear in the background. ഇനിയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. pouring from all the ways. ലോകമെമ്പാട് നിന്നും സാക്ഷ്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. So we'll go to the quick clipping and come back to the word. പെട്ടെന്ന് നമുക്ക് 40 സെക്കൻഡ് ക്ലിപ്പിംഗ് കണ്ട് തിരുവചനത്തിലേക്ക്. And everyone open the book of Hebrews and keep ready because we are going to speak or think from the book of Hebrews. അപ്പോൾ തന്നെ എബ്രായ ലേഖനം എടുത്ത് തയ്യാറാക്കി. എത്ര അധ്യായമാ? We'll start off with 2, then we'll go to the 11. എബ്രായ ലേഖനം 2 നമ്മൾ തുടങ്ങും. അവിടെ എല്ലാവരും എടുത്തു വെച്ചോണം. I can smell the fragrance of that word. Something is cooking in heaven. ഇപ്പോൾ തന്നെ ആ ദൈവവചനം സ്വർഗത്തിൽ തയ്യാറാകുകയാണ്. അത് തയ്യാറാക്കുന്നതിന്റെ ആ മണം എനിക്ക് വരുന്നു. He is preparing a table for his children. മക്കൾക്ക് വേണ്ടി അവൻ ഒരു മേശ ഒരുക്കുകയാണ്. Hallelujah. And I want both of us to be on the screen. Please don't keep on changing. മാത്രമല്ല, ഇപ്പോൾ ഞാനായിരുന്നു പറഞ്ഞത്, രണ്ടുപേരെയും സ്ക്രീനിൽ വേണം. I don't want disturbance. I want both of us. Hallelujah. Hallelujah. So let's go to the 40-second clipping and then just പറഞ്ഞു കേൾപ്പിക്കാൻ. ഞാൻ കുമളി ചർച്ചിലുള്ള ടിനോൾ എന്ന് പറയുന്ന ബ്രദറാണ് വിളിക്കുന്നത്. അന്ന് ഹൈദരാബാദ് വെച്ച് സാബു ബ്രദറിൻ്റെ കൂടെ ആക്സിഡന്റ് ഉണ്ടായ ആളായിരുന്നു. അപ്പം എൻ്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. ഇടത് കൈക്ക് 6 ഒടിവായിരുന്നു. അത് കൈ പൊങ്ങത്തും ഇല്ല താഴത്തും ഇല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു.
എന്നാലിപ്പം തങ്കോറ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും കൈ അങ്ങ് പൊങ്ങി, കൈക്കകത്തുനിന്ന് ഒരു സൗണ്ട് കേട്ട് കൈ അങ്ങ് പൊങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു പുതിയ അസ്ഥി വെച്ച് തരാൻ പറഞ്ഞു. ഒരു സൗണ്ട് കേട്ടു, കൈ പൊങ്ങി, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. This brother met with an accident and his സാബു ബ്രദർ, കുമളിയിലെ സാബു I know സമയത്ത് that. ഉണ്ടായ It was a road accident and his 5-8 മാസത്തോളമായി അദ്ദേഹത്തിന് കൈ പൊങ്ങത്തില്ലായിരുന്നു. അതിന്റെ അസ്ഥി ഇതാണ്. 6 ഒടിവായിരുന്നു. His right hand വലത്തെ കൈയല്ലേ, 6, the arm was broken into 6. He has a fracture in 6 places. He could not raise his hand, but as the power of healing, the virtue of healing was going in the name of Jesus, now he can do everything. He heard a sound in the He heard a sound in his right hand. He said, Jesus, I need a new bone. And it was a creative. കൈ വെക്കുമ്പോൾ കൈക്ക് അടിയിൽ ഒരു സൗണ്ട് കേട്ടു. തങ്കൂർ പറഞ്ഞില്ലേ കൈ വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. Oh, when we asked to place his hand, he placed the hand and he heard a sound, and totally it's a creative miracle. അതൊരു മുമ്പേ നമ്മൾ കേട്ട പോലെ സൃഷ്ടിച്ച് എടുത്ത ഒരു അത്ഭുതമാണ്. Glory to God. What's happening there? പെടലി അനങ്ങത്തില്ല, കാണിക്കുന്നുണ്ട്. സോറി, ഈ മൈക്ക് നാമത്തിൽ കൊടുക്കുന്നവർക്ക് ആ സഹോദരിക്ക് സംഭവിച്ച പോലെ ഞാൻ 5000 കൊടുത്തു എന്ന് ഞാൻ അവൾക്ക് പറയാനുള്ളത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഷീസ് മൂവിങ് ഹെർ ഹെഡ്. അത്ഭുത വിടുതൽ കർത്താവ് കൊടുത്ത്. എല്ലാവരും ഒന്ന് കര ഉയർത്തി സ്തുതിച്ച്. Let us all lift our hands and worship the Lord. Lord, I worship you. Lord, I worship you. Lord, I worship you. Lord, I worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. Lord, I worship you. Everyone lift your hand. കരങ്ങൾ ഉയർത്തി. I worship you. Lord, I worship you. We worship you, Lord. I worship you. For your name is holy, holy, Lord. ഇപ്പോൾ now we are going to see that 40 seconds clip of the food day. ലോക ഭക്ഷ്യദിനത്തിന്റെ 40 സെക്കൻഡുള്ള ചെറിയ ക്ലിപ്പിലേക്ക് നമുക്കിപ്പോൾ പോകാം. That's reach volunteers all around the globe, joining together with the United Nations Food and Agriculture Organization, FAO, for the World Food Day. ഈ ലോക ഭക്ഷ്യദിനത്തിൽ ലോക ഭക്ഷ്യ സംഘടനയും അഗ്രികൾച്ചർ ഓർഗനൈസേഷനുമായി ചേർന്ന് നമ്മൾ ചെയ്ത ആ ദിവസത്തിൽ അവരുടെ ഉത്ബോധനത്തിൽ നമ്മൾ ചെയ്ത ലോകമെങ്ങും ചെയ്തു ഹെവൻലി ഫീസ്റ്റ് റീച്ച് വേൾഡ് വൈഡ് ചെയ്ത പ്രോഗ്രാമിന്റെ ഒരു ഗിഫ്റ്റാണ് നമ്മൾ കണ്ടത്. And I'll tell you, when you give, when you help the poor, when you help the society, you are assuring yourself of the truth of who you are. ആ ലോക ഭക്ഷ്യദിനത്തിൽ നമ്മുടെ തന്നെ ഓരോ സഹോദരന്മാർ ഓരോ സ്ഥലത്തും കൊണ്ട് കൊടുക്കുകയായിരുന്നു.
നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഉറപ്പ് തരികയാണ് നമ്മൾ ദൈവത്തിലെന്ന്. I'll just take one word so that it will become clear to you. ഒരു വചനഭാഗം എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാണ്. In 1 John chapter 3, I'll explain this more in the evening. 1 യോഹന്നാൻ 3 നമ്മൾ വായിക്കുന്ന ഇത് ഇന്നർ ചേംബറിൽ വൈകിട്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയാം. In verse, we will read verse 17, 18 and 19. It says, whoever has this world's goods, which is our food and whatever you have, ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ എന്ന് പറഞ്ഞ ഈ and ലോകപ്രകാരം shuts up his heart from him, how does the love of God abide? We say God, I love God, but it is reflected when we help others. എത്രാം വാക്യം? 17. 1 യോഹന്നാൻ 3:17. 1 യോഹന്നാൻ 3:17. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് ബുദ്ധിമുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? And verse 18, my children, let us not love not in the word or in the tongue, but in the deed and in truth. അടുത്ത വാക്കിൽ പറയണ കുഞ്ഞുങ്ങളെ, നാം വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. When we do a deed, every work of Reach Worldwide is not to show anybody or convince anybody. It is in the truthful heart because we love Jesus. നമ്മുടെ റീച്ച് വേൾഡ് വൈഡ് ചെയ്യുന്ന ഒരു കാര്യം ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഓരോ ആവശ്യങ്ങൾ വന്നപ്പോൾ ഹൃദയപൂർവ്വം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ ചേർന്ന് കൊടുത്തതാണ്. Let us not say just in the word, but in deed and in truth. അവിടെ പറയാണ്, ഒരു വാക്കിൽ പറയല്ല, പ്രവൃത്തിയിലും സ്നേഹത്തിലും തന്നെ നൽകിക്കൊണ്ട് നമ്മൾ സ്നേഹിക്കും. You might have seen on my Facebook that it's an open call to the whole society, especially the young ones, the youth, to come and join as volunteers for Reach. റീച്ച് വേൾഡ് വൈഡിന്റെ വോളണ്ടിയേഴ്സായി ലോകമെങ്ങും, പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരോട് പറയായിരുന്നു, നിങ്ങൾ വരണം, ലോകമെങ്ങും എന്നോട് ചേർന്ന്, റീച്ചിനോട് ചേർന്ന് നമുക്ക് ജനതയെ സേവിക്കാം. In every ward of Kerala, we need men and women, not for Reach Worldwide, for Reach, to reach out to the people, not by just words, but in deed and in truth. കേരളത്തിലെ സകല പഞ്ചായത്തിലെയും സകല മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകൾ തോറും നമുക്ക് വോളണ്ടിയേഴ്സിനാണ്. റീച്ച് വേൾഡ് വൈഡിന്റെ വോളണ്ടിയർ ആയിട്ടല്ല, മനുഷ്യരെ റീച്ച് ചെയ്യുവാൻ, അവരുടെ ഒരു വേദനയിൽ സഹായിക്കാൻ വോളണ്ടിയർ ആകുവാൻ ഞാൻ ഒരു ആഹ്വാനം നടത്തും. Now what happens when you do this good work? ഈ നല്ല വേല നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? Verse 19 happens. എന്റെ 19ാം വാക്യം, അടുത്ത And by വാക്യം, this we know that we are of the truth and shall assure our own heart that we are for him. അവിടെ പറയാണ്, നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ, ഈ കൊടുക്കുന്നതിനാൽ അറിയും. എന്നിട്ട് പറയാണ്, നമ്മൾ നമ്മുടെ ഹൃദയത്തിന് തന്നെ ഉറപ്പ് തരികയാണ്, ദൈവസന്നിധിയിൽ ഉറപ്പിക്കാം, that we are of him. നമ്മൾ അവന്റേതാണെന്ന് ഉറപ്പ് കിട്ടുക. Our assurance, you are assuring yourself, meaning your conscience gets assured, an assurance, and you will not be feeling condemnation. That's why it says, if our heart does not condemn us, our God is bigger. അവിടെ ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ദൈവനാമത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മളെല്ലാവരും കൂടെ പോയി സഹായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിന് ഉറപ്പ് നൽകുകയാണ്, അതിനെ ഉറപ്പിക്കുകയാണെന്നാണ്. Assurance to our heart. നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ ഉറപ്പിക്കുക. And that is why it is so important. അതുകൊണ്ടാണ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. Whether it be giving of food or helping someone or standing against corruption and standing against oppression of the poor. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഈ കറപ്ഷന് എതിരെയും പല ജനങ്ങളെയും പലരും ചൂഷണം ചെയ്യാണ്. ആ ചൂഷിതരായ ജനങ്ങളുടെ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, ദൈവസ്നേഹത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഉറപ്പിക്കുക, ഞാൻ ദൈവിക ബന്ധത്തിൽ അത് ചെയ്യുന്നു. Because God has appointed us for this season. കാരണം ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. Now let us go back to the word. Everything is from the word, of course. ഇപ്പൊ വായിച്ചു നോക്ക ദൈവവചനത്തിൽ നിന്നാണെങ്കിൽ ഇന്നത്തേക്ക് വേണ്ടി കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന സന്ദേശത്തിലേക്ക് പോകാം. And Hebrews chapter 2, and I'm basing myself from the miracle testimonies which are still pouring in. 2ാം അധ്യായത്തിലേക്കാണ് വരുന്നത്.
ഇത് പറയുമ്പോൾ ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യസാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒന്ന് അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയട്ടെ. And Hebrews chapter 2 verse 3 and 4 the Bible says, എബ്രായർ 2:3-4 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. and how shall we escape and neglect such a great salvation which first began to be spoken by the Lord and was confirmed to us by those who heard him? God is bearing witness both in signs, wonders and miracles, gifts of the Holy Spirit according to his own will. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? Salvation is being attested by the miracles. രക്ഷ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. When I see the miracles, I don't say wow miracle, I say wow Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അത്ഭുത സൗഖ്യമോ വിടുതലോ കാണുമോ, ഹോ എന്തൊരു വലിയ അത്ഭുതമെന്നല്ല, എന്തൊരു വലിയ യേശു ജീവിക്കുന്നെന്നാ ഞാൻ പറയും. Because Jesus said, if you pray in my name, healing will happen. The same Jesus said, I will return. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യമാവെന്ന് പറഞ്ഞ അതേ യേശു അതേ വാവുകൊണ്ടാ പറഞ്ഞ ഞാൻ വീണ്ടും വരികയും ചെയ്യും. The same Jesus said, there is forgiveness of sin in my name. ആ യേശു തന്നെയാണ് പറഞ്ഞ എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം. The same Jesus said, the dead will hear my voice. I am going to return. Your body will be transformed. Such great and big promises. യേശു ക്രിസ്തു എന്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അതേ കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞു, പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞു, നിത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞു, ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. And that is why every healing which happens, every testimony I receive, my inner man jumps in joy, not because of the miracle, because the miracle is attesting the word, and the word is being accomplished every day, attesting that Jesus will return. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓരോ ഇന്ന് നമ്മൾ കേട്ടതുപോലുള്ള അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ എന്റെ ഉള്ളം തുള്ളുകയാ. അത്ഭുതം നടന്നല്ലോ എന്നുള്ളതിൽ മാത്രമല്ല, മറിച്ച് ഈ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞത് ഞാനിപ്പോ പ്രാർത്ഥിച്ചപ്പോൾ നടന്നെങ്കിൽ അതേ യേശു പറഞ്ഞ ഇനിയും വലിയ കാര്യങ്ങളുണ്ട്, അവൻ മടങ്ങി വരും, അവന്റെ നാമത്തിൽ രക്ഷയുണ്ട്. ആ കാര്യങ്ങളെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതാണ് ഈ സൗഖ്യം. That is why last week I said the hope, our main hope is the return of Jesus, which brings to life the whole word of God. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച നമ്മൾ കേട്ടതാണ് നമ്മുടെ ഏറ്റവും സുപ്രധാന പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. ആ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ബാക്കി വചനത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രത്യാശ വെക്കാം. If your hope is that when I believe Jesus I will get a house, what will happen after you get the house? എന്നാൽ നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ, യേശുവിന്റെ അടുക്കൽ വന്ന ഒരു വീട് കിട്ടണം, അത് മാത്രമായിരുന്നു നമ്മുടെ പരമമായ പ്രത്യാശയെങ്കിൽ വീട് കിട്ടിയതോടെ യേശു പിന്നെ ഇനി എന്തോ ചെയ്യും? Your excitement will go. Your joy will go, because what you had hoped you have received. നിങ്ങൾ ആ പാടെ പ്രത്യാശിച്ച ഒരു വീടിന് വേണ്ടി അത് കിട്ടിയതോടുകൂടെ നിങ്ങളുടെ ആശ്ചര്യം പോവും, നിങ്ങളുടെ പ്രത്യാശ പോവും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർന്നു. My hope is I want to go to America. Now what will happen after you reach America? കർത്താവിനെ പിൻപറ്റുന്ന അമേരിക്കയിൽ പോകാനാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ? After that what? അതിനുശേഷം എന്ത്? It will be boring. അതൊരു ബോറിംഗ് ലൈഫ് ആയിരിക്കും. But if your hope is the return of Jesus, I don't know when, it might be now, might be later, I know that my body will be transformed. I am in a journey which is not going to end in the grave. My life becomes exciting every moment. എന്നാൽ എന്റെ പ്രത്യാശ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല, മറിച്ച് എന്റെ യേശു പറഞ്ഞു ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ രൂപാന്തരപ്പെടും എന്ന് പറയുമ്പോൾ എന്റെ പ്രത്യാശ നടക്കാൻ പോകുന്ന ആ കാര്യത്തിലേക്ക് എല്ലാ ദിവസവും എനിക്ക് ആശ്ചര്യമാ, ഉത്സാഹമാ, എനിക്ക് മടുപ്പില്ല. ചെറുതെന്തെങ്കിലും കട്ടിയാൽ ഞാൻ അവിടെ അവസാനിക്കത്തില്ല, ഞാൻ മുമ്പോട്ട് കുതിക്കുകയാണ്. എന്റെ പ്രത്യാശ കല്ലറയിൽ തീരത്തില്ല, നിത്യതയിൽ വരെ ഉയരുന്നതാണ്. It is like a swimmer who is waiting because he has seen the shore. അങ്ങനെയുള്ള ഒരു വിശ്വാസി അതേ ഒരു ലക്ഷ്യം
നോക്കി നീന്തി മുമ്പോട്ട് പോകുന്ന ഒരു നീന്തലുകാരനെ പോലെയാണ് അവൻ. ഇടയ്ക്കെങ്ങും നിൽക്കത്തില്ല, അവനൊരു ഉന്നമുണ്ട്, അവിടം വരെയും പോകും. Oh, COVID, go. Financial problem, go. This problem, go. Healing, go. Healing, everything, go, go, go. I am swimming, I am running to a race which is a higher hope. ഒരു നീന്തുന്ന വ്യക്തി ആ വെള്ളം പുറകോട്ട് തള്ളിക്കൊണ്ട് ഓരോ കൈക്കും തള്ളി മുമ്പോട്ട് പോകുന്നത്. കോവിഡാണ്, നിന്നെ ഞാൻ തള്ളുന്നു, പ്രതിസന്ധിയെ തള്ളുന്നു, അതിനെ തള്ളുന്നു, ഇതിനെ തള്ളി. കാരണം എനിക്ക് മുൻപോട്ട് പോകാനുണ്ട്. പരമ വിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. And that is why we ended last Sunday by saying, I persuade myself that not even angels or death or anything can stop me, because the love is not going to end with the grave. The love is going to continue when I will be with Jesus forever. അതുകൊണ്ടാണ് റോമാലേഖനത്തിലെ പൗലോസ് പറഞ്ഞ വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് ഒന്ന് ഞാൻ ഉറയ്ക്കുന്നു, എന്നെ തന്നെ ഉറപ്പിക്കുന്നു, എന്നോട് തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്താണെന്നറിയുമോ? ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ലോകമോ മരണമോ ഇവയ്ക്കൊന്നും എന്നെ തൊടാനൊക്കത്തില്ല. എന്റെ പരമവിളിയിലേക്ക് ഞാൻ പോകുകയാണ്. Whatever I see is temporary, but what is unseen is eternal. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പ്രശ്നങ്ങളായാലും നന്മകളായാലും അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഇതുവരെ കാണാത്ത എന്റെ നിത്യ സൗഭാഗ്യത്തിനായിട്ട് ഞാൻ പോകുന്നു. Your financial problem is temporary. Your health issue is temporary. Everything of yours is temporary. It will vanish, but eternity is real. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ ശാരീരിക രോഗം താൽക്കാലികം മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നിത്യ സൗഭാഗ്യം ഒരിക്കലും തീരാത്ത നിത്യമാണ്. That is, some people ask me, why are you not sad at times? Because someone said like this. I said, I am swimming. My shore is in the front. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, തങ്കു ബ്രദറെ, അവരും വേണ്ടാത്തതൊക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞിട്ട് മുഖമൊന്ന് ചുളുങ്ങുന്ന പോലെ ഇല്ലല്ലോ. കാരണം എന്താ? കാരണം എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ കണ്ണൊരു ലക്ഷ്യത്തിലാണ്. ഞാൻ അതിനെയെല്ലാം പുറകോട്ട് തട്ടി എന്റെ ലക്ഷ്യനായകനെ നോക്കി ഞാൻ പോകും. Oh, my Jesus is in the shore. എന്റെ യേശു ഇതാ അക്കരെ എനിക്ക് വേണ്ടി He നിൽക്കുന്നു. is with the open hands. ഇരുകരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നിൽക്കുകയാണ്. He is there, and my face is to him, the author and finisher of my faith. എന്റെ കണ്ണുകൾ അവങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനോട് നിൽക്കുന്നിടത്തോളം ഇവിടുത്തെ ഒന്നും എന്നെ ബാധിക്കുകയില്ല. He began it, he will end it. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചുവെന്നത് അവസാനിപ്പിക്കും. He delivered me out of the darkness and has placed me into the kingdom, and my entrance into the eternal kingdom will be far more glorious. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹത്തിന്റെ പുതിയ രാജ്യത്തിലാക്കി വെച്ചവൻ എന്റെ നിത്യ സൗഭാഗ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുകയാണ്. The glorious entrance into the main kingdom of God. അതെ, ദൈവരാജ്യത്തിലേക്കുള്ള മഹത്വപൂർണമായ പ്രവേശനം എനിക്ക് My ലഭിച്ചിരിക്കുകയാണ്. dear friend, it is very important. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ പ്രത്യാശ ഏറ്റവും You should never lose the sight of eternity. ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പോകരുത്. I used to always wonder why Abraham, who came out, just imagine, he was 75 years old when he came out of his comfort zone. ഒന്ന് ശ്രദ്ധിച്ച്, അബ്രഹാം ഊർ പട്ടണത്തിൽ അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇരിക്കുമ്പോൾ ദൈവം തന്നെ വിളിച്ചപ്പോൾ തന്നെ 75 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനായി. When God said, come out, ദൈവം പറഞ്ഞു പുറത്തു വരിക, he came out. പുറത്തു വന്നു. He went through challenges, he went through war, he went through many things. വെല്ലുവിളികളിലൂടെ, യുദ്ധങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, യാത്രകളിലൂടെ തനിക്ക് പോകേണ്ടി വന്നു. One side promises are there, ഒരു വശത്ത് നല്ല സുഖകരമായ വാഗ്ദത്തങ്ങൾ, and that is only to hear, but nothing practical is happening. അത് കേൾക്കാൻ നല്ല സുഖമാണല്ലോ, അപ്പോഴൊന്നും സംഭവിക്കുന്നില്ല, പ്രായോഗികമായിട്ടൊന്നും കാണാനില്ല. My question was, Mr. Abraham, why are you still going behind this word? എന്റെ ചോദ്യം ഇതാണ്, അബ്രഹാമേ, ഇത്രയും നല്ലൊരു പട്ടണം വിട്ട് വെറും എന്തോ ലഭിക്കുമെന്ന് പറഞ്ഞ് നീ എന്തുകൊണ്ടായി പൊക്കോണ്ടിരിക്കുന്ന ഈ നിന്നെ ഇതൊന്നും ബാധിച്ചില്ല? Why are you, Abraham, still believing in this word? അബ്രഹാമേ, നീ എന്തുകൊണ്ടാണ് ഈ കേട്ടെന്ന് പറഞ്ഞ ഒരു വാക്കിൽ വിശ്വസിച്ച് ലോകം കണ്ടാൽ ഈ മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? You are now 75. Believe me, remember 75 years. Now nothing will happen. ശ്രദ്ധിച്ചോണം അബ്രഹാമേ, ഇത് കളിയൊന്നുമല്ലേ, വയസ്സ് 75 ഓർത്തോണം. I was wondering, why is Abraham persisting and going forward? എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞു, ഈ 75 വയസ്സിലും എന്തോ കേട്ടു, ഒരു വിശ്വാസത്തിന്റെ അരുളപ്പാട് കിട്ടിയെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ആ മനുഷ്യൻ കുതിക്കുന്നു മുമ്പോട്ട്? Here one believer, if they don't get a job, they will leave Jesus. ഇവിടെ എഴുതാ ഒരു വിശ്വാസി ഉദ്ദേശിച്ച സമയത്ത് ജോലി കിട്ടിയില്ല, ഇനി മേലാ യോഗത്തിനില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ വിട്ട് Oh, someone said that my daughter's marriage will be in problem, so I leave the faith and go back. ആരാണ്ട് പറഞ്ഞു എന്റെ മോടെ കല്യാണത്തിന്റെ നടക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇനി ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. Some said, where are you going to be buried, and so left the faith and went back. വേറെ ആരാണ്ട് പറഞ്ഞു നിന്നെ എവിടെ അടക്കുമെന്ന് ചോദിച്ചു, അവരും വിശ്വാസം
നഷ്ടപ്പെട്ടു But Mr. Abraham, എന്നാൽ മിസ്റ്റർ എബ്രഹാം, you are already dead in your body. Sarah's womb is dead. What is that is persuading you to go എന്നാൽ forward? അബ്രഹാമെ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളുടെ തന്നെ ശരീരം നിർജ്ജീവമായി, ഒരു കൊച്ചുണ്ടാകാൻ ഒരു സാധ്യതയില്ല, ഭാര്യയുടെ ഗർഭപാത്രമായ നിർജ്ജീവമായി, എന്നിട്ടും എന്താ നിങ്ങളുടെ ഈ കൊതിപ്പ് മുമ്പോട്ട്? What makes you energetic? What makes you going forward? എന്താണ് ഇത്ര ശക്തിയും ഉത്സാഹഭരിതനാക്കി നിങ്ങളെ നിർത്തുന്നത്? Oh, I had a question. എനിക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം. Last Sunday, കഴിഞ്ഞ ഞായറാഴ്ച I preached, and as I went into the car, the Holy Spirit said, do you know why Mr. Abraham was rejoicing even when the circumstances were contrary? കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ തന്നെ ഞായറാഴ്ച പ്രസംഗിച്ച ശേഷം ഞാൻ കാറിൽ സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, നിനക്കറിയാമോ ആ അബ്രഹാം അത്രയും പ്രായമായിട്ട് ഇത്രയും ഉത്സാഹത്തോടെ മുമ്പോട്ട് കുതിച്ചത് എന്താണ്? So this message is directly from the kitchen of heaven. ആകയാൽ ഈ സന്ദേശം എന്ന് പറഞ്ഞ കാറിൽ നിന്ന് സ്വർഗത്തിൽ നേരിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയതാണ്. The Bible says, ബൈബിൾ പറയുന്നു, look at Genesis 12. ഉൽപ്പത്തി 12 നോക്കിയേ. And then we will go to the book of Hebrews. അതിനുശേഷം ഇബ്രാഹിലേഖനത്തിൽ വീണ്ടും വരും. And the Lord told Abraham, അബ്രഹാമിനോട് ദൈവം ഇപ്രകാരം എത്ര get വാക്യാണ് out of പറയുന്നത്? your country, from your family, from your father's house, to the land that I will show you. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെടുക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി 12. And then he says about the promises, I will make you a nation, I will bless you, I will do this. But the main promise was, I am going to take you to a nation. ഞാൻ നിന്നെ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പ്രധാന വാഗ്ദത്തം. അത് പറഞ്ഞിട്ട് പറഞ്ഞു അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതിയെ വലുതാക്കും. ഇതെല്ലാം കൂടെ കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. Now the main promise is Canaan. എന്നാൽ പ്രധാന വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ കനാൻ നാടാണ്. When he was brought out of his comfort zone, God is promising him a better nation. തനിക്ക് അതുവരെ വളരെ സ്വസ്ഥമായിട്ട് ആ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള നല്ല സ്ഥലത്ത് ഊർ പട്ടണത്തിൽ വളരെ സുഖകരമായിട്ട് ജീവിക്കുമ്പോൾ അതിലും ഉന്നതകരമായ പാലും തേനും ഒഴുകുന്ന ഒരിടത്തേക്കാണ് കൊണ്ടുപോകാൻ വിളിക്കുന്നത്. Now his focus, God is reinstating by promises in between, but the promise was minor promise, but the greater promise was a better land. ഈ യാത്രയിൽ അബ്രഹാമിന് കൊടുത്ത ചെറിയ ചെറിയ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം കൊടുത്താണ് കൊണ്ടുവന്നെങ്കിലും ആ പ്രധാന വാഗ്ദത്തം ഇതുവരെ കിട്ടിയിട്ടില്ല. താൻ മുമ്പോട്ട് പോവുകയാണ്. Now every time a challenge comes, ഓരോ സമയം തന്റെ ജീവിതത്തിൽ വെല്ലുവിളി വരുമ്പോൾ God will say, I am your shield, I am your protection, I am your great joy. ഈ മുമ്പോട്ടുള്ള യാത്രയുടെ ഇടയിൽ പല വെല്ലുവിളികൾ വന്നപ്പോൾ ഒട്ടൊന്ന് ദൈവം വന്നിട്ട് പറയും, ഞാനാണ് നിന്റെ പരിചയ, ഞാനാണ് നിന്റെ ശക്തി. In this journey that he is going, ഇങ്ങനെ തന്റെ യാത്ര കനാനിലേക്ക് പോകും. he had to fight war. തനിക്ക് യുദ്ധങ്ങളുണ്ടായി. He is winning. അവിടെ എല്ലാം വിജയം കിട്ടി. Every challenge is coming. എല്ലാ വന്ന പ്രതിസന്ധികളിലും. But whatever happens, God stands in front of him. ഏത് പ്രതിസന്ധി വന്ന പ്രതിസന്ധി വരുന്നുണ്ട്, പക്ഷെ വരുന്ന ഓരോ പ്രതിസന്ധിയിലും ദൈവം കയറി മുമ്പിൽ നിന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യുക. That is why God said, I am your shield. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനാണ് ഇനി നിന്റെ ഷീൽഡ്. Meaning to say, he will stand in front. അതിന്റെ അർത്ഥം നിന്റെ മുമ്പിൽ ഒരു പരിചയം നിൽക്കുന്ന പോലെ ഞാൻ. No one can touch you. They will touch you only after touching me. എന്നെ തൊടാ മുഞ്ഞ മോനെ, നിന്നെ തൊടാനൊക്കത്തില്ല, നീ എന്റെ വാക്ക് കേട്ട് ഇറങ്ങുന്നു. I want to tell you who have come out in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചിലതൊക്കെ വിട്ട് പുറപ്പെട്ടവരോട് പറയട്ടെ, He is your shield even today. നീ ആ വിശ്വാസയാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ പരിചയമായിട്ട് യേശുവുണ്ട്, കർത്താവുണ്ട്. നീ ഒരിക്കലും You ലജ്ജിക്കില്ല. will never be put to shame. ഒരിക്കലും ലജ്ജിക്കത്തില്ല. I am a man of God who has walked with God for 25 years, and I can tell you boldly today, every step you will think it will go wrong, but he is standing in front of you and say, I am your shield, I am your exceeding great joy. 25 വർഷമായ ഒരു വിശ്വാസ യാത്ര എന്ന കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട് ഇന്ന് വരെ ദൈവത്താൽ ജയാളിയായി നടത്തപ്പെട്ട ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ ഈ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് പറഞ്ഞവൻ തന്നെ മുമ്പിൽ കാണും. Oh, today he is not just standing outside, he is inside, and that is why we can say the one in me is greater, the one inside of me is God himself. അന്ന് അബ്രഹാമിന് വാക്ക് കൊടുത്തവൻ അബ്രഹാമിന്റെ മുമ്പിലാണ് നിന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നു. നമ്മളെ വിളിച്ചവൻ നമ്മുടെ ഉള്ളിൽ നമ്മളെ നടത്തുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലം ചെയ്യാൻ കഴിയും. എന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. Now I want to tell you very important. ഇപ്പോൾ വളരെ പ്രാധാന്യമറിയുന്ന കാര്യം. ഒന്ന്, you should be convinced yourself that
who has called you is God. ഒന്നാമതായി ഓരോ വിശ്വാസി ഉറപ്പാക്കേണ്ടത് എന്നെ വിളിച്ചിറക്കിയത് ദൈവം തമ്പുരാണ്. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, no one can please God without faith. വിശ്വാസം കൂടാതെ ദൈവത്തെ Those who പ്രസാദിപ്പിക്കാൻ come ആർക്ക് to സാധ്യമല്ല? him first should be convinced that this is God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ ആദ്യം മനസ്സിലാക്കണം, ഈ വിളിച്ചത് ദൈവം തമ്പുരാനാണ് എന്നെ വിളിച്ചത്. And number two, that who seek him diligently will be rewarded. രണ്ടാമതായി തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. Now, number one, ഒന്ന്, I should believe ഞാൻ വിശ്വസിക്കണം that it is God who called me. എന്നെ വിളിച്ചിറക്കിയത് ഞാൻ പോകുന്നു സർവശക്തനായ It's ദൈവമാണ്. not by mistake you were saved. അതെനിക്കെന്തോ അബദ്ധം പറ്റി ഇറങ്ങിയതല്ല, It was God's plan that you were saved. ദൈവത്തിന്റെ നിത്യ പദ്ധതിയിലാണ് എന്നെ വിളിച്ചത്. And I want to here emphasize one thing. ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പാക്കി ഒന്ന് പറയട്ടെ, That you should never focus that I came to Christ just to get a house, get my daughter married, get some money. The larger picture should dwell in your heart. ഞാൻ വന്നത് എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിനാണ്, അല്ലെ രോഗസൗഖ്യത്തിന്. പക്ഷെ അവിടെ ആ ചെറിയ കാര്യങ്ങളിൽ ഇടുങ്ങരുത്. എന്നെ വിളിച്ച പ്രധാന വിഷയം ആ പ്രത്യാശ എന്റെ മുമ്പിൽ. And that is why in Hebrews chapter 11, this is a faith chapter and a hope chapter. എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെ അധ്യായമാണ്. അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. You will, if you go through the gospel, that is after the coming of Jesus Christ. നിങ്ങൾ സുവിശേഷങ്ങളിലേക്ക് പോയ യേശു ജഡാവതാരം ചെയ്തതിനു ശേഷമുള്ള കാര്യം. Let it be the book of Matthew, let it be the book of Mark, let it be Luke, let it be John, let it be Romans, let it be every chapter. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, റോമാലേഖനം എവിടെ വന്നാലും ക്രിസ്തു ഭൂമിയിൽ വന്ന ശേഷമുള്ള You will always find at least a third of the chapter focusing of his return. നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു 1/3 ഭാഗത്ത് അടുത്തടുത്ത് ചെല്ലുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പിന്നെയും പറയുന്നത്. There is no chapter which does not or ignore the return of Jesus Christ. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് പറയാത്ത ഒരു പുസ്തകവുമില്ല, ഒരു അധ്യായം പോലുമില്ല. And in the book of Thessalonians, the Bible says he will come. Now, comfort each other, encourage each other by saying he is going to come. തെസ്സലോനിക്ക ലേഖനത്തിൽ വീണ്ടും എടുത്തെടുത്ത് പറയാണ്, നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം, എന്തെന്നാൽ അവൻ വേഗം വരുന്നു. Everything surrounds, the whole vision is surrounding. You read the gospel, Matthew, it is talking about everything. Then when chapter 24 starts, Jesus starts talking about the end times. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ എടുത്ത് അത് 1 മുതൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പറഞ്ഞിട്ട് 24-ാം അധ്യായം വരുമ്പോൾ തന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. Everything is focusing that Jesus said, I have finished my work on earth. Now I'm going to finish my work in heaven and return for you. അവിടെ നമ്മൾ സുവിശേഷങ്ങളാകട്ടെ ലേഖനങ്ങളാലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ തന്റെ വേല തികച്ചു. ഇനി ഞാൻ എന്റെ വേല ഇവിടെ തികച്ചു, ഇനി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു വേല ചെയ്യാൻ പോയിരിക്കുകയാണ്. അത് തികച്ച ശേഷം ഞാൻ മടങ്ങി വരും. And that is why when Paul is writing to Timothy, Paul is writing everywhere, he says, I have run my race in faith. I have finished my race, but my race does not end here. I am waiting for his appearing. പൗലോസ് തിമോഥെയോസിനെ എഴുതുമ്പോൾ എന്റെ ഓട്ടം തികച്ചു, എന്റെ പ്രവൃത്തി ഞാൻ തികച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കായി ഒരുവൻ വീണ്ടും വരും എന്ന് എല്ലായിടത്തും കാണാം. Everyone who is a new creation, let me tell you, your hope, we live by faith, but your hope always should be in the larger picture. Whatever happens, I am going to see Jesus face to face. My Jesus will return. വീണ്ടും ജനിച്ച ഓരോ വിശ്വാസിയും ഇന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രബോധിപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രധാന പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാ. എന്നാൽ ദിവസം തോറും വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുകയും ചെയ്യും. In the book of Colossians, he says, let your mind be set on above, from where Jesus will appear. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ നോക്കിയാലും നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുവീൻ, കാരണം അവിടെ നിന്ന് കർത്താവ് രക്ഷിതാവായി വരും. In Philippians he says, not that I have already attained or am perfected, I press on, I push myself forward
I'm like a swimmer pushing behind and forging ahead. അവിടെ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞാൽ പിമ്പിലുള്ളത് മറന്ന് പിമ്പിലുള്ളതിനെ തള്ളി പുറകോട്ടൊരു ഒരു നീന്തൽക്കാരനെ പോലെ എല്ലാം തള്ളി പുറകോട്ടാക്കി എന്റെ പരമവിളിയുടെ വിരുദിലേക്ക് ഞാൻ പോവുകയാണ്. He is saying, why am I going forward? എന്തുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്? Because my citizenship is in heaven, from where Jesus will come, transform my lowly body according to his body. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിന്റെ 3:20 പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശു വരുമ്പോൾ that is why our mind is set on heavenly places, not on anything on this earth. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇപ്പോൾ ലോകത്തിലെ ഒന്നിലുമല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും, എന്നാൽ നമ്മുടെ മനസ്സ് ഉയരത്തിലുള്ള കർത്താവിന്റെ വരവിൽ നമ്മുടെ ലാർജർ പിക്ചറിൽ ഹോപ്പിലായിരിക്കും നമ്മൾ പോകുന്നത്. That is why we are not at all discouraged. Whatever happens, it is temporary. Whatever we see, 2 Corinthians chapter 4 verse 18, whatever we see is temporary. But what I am running for is eternal. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ കാണുന്ന ലോകത്ത് സംഭവിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ എന്നെ കുലുക്കുകയില്ല. കാരണം എന്റെ മനസ്സ് ഞാൻ വെച്ചിരിക്കുന്ന അദൃശ്യ മണ്ഡലത്തിലാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. If you appreciate me, good. If you criticize me, no problem. My focus is Jesus. നീ എന്നെ വിമർശിച്ചാൽ ഞാൻ തളരത്തുമില്ല, നീ എന്നെ ഉയർത്തി പറഞ്ഞാൽ ഞാൻ പൊങ്ങിപ്പോകത്തുമില്ല. എന്റെ വിളി കർത്താവിലാണ്. Because I know and I am sure that whatever happens, whenever Jesus comes, I will appear with him. ഒന്ന് എനിക്കറിയാം, എന്റെ കർത്താവ് പ്രത്യക്ഷനാവുമ്പോൾ ഞാനും അവനോട് കൂടെ പ്രത്യക്ഷപ്പെടും. Whatever happens, എന്ത് സംഭവിച്ചാലും. that does not mean I will become lazy when I am on this earth. അതിന്റെ അർത്ഥം ഞാൻ ആ നിത്യപ്രത്യാശയുമായിട്ട് ഈ ഭൂമിയിൽ ഒരു മടിയനായി പോകുമെന്നല്ല. I will do everything. ഞാനിവിടെ ഓരോ ദിവസവും ഓരോന്നും ദൈവാത്മ നിയോഗത്തിൽ ചെയ്യും. Whatever is being responsible, I will do it with wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ഭരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റും. I will do it as if I am doing for my Lord. For him I will return the inheritance. എന്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് പോലെ ഞാൻ ഇവിടെ എന്റെ ഓരോ കാര്യങ്ങളും നിറവേറ്റും. Now look at the Hebrews chapter 11. ഇനി എബ്രായ ലേഖനം 11 നോക്കാം. By faith വാക്യം Abraham obeyed when he was called to go out to the place, verse 8, which he would receive as an inheritance. He went out not knowing where he was going. എബ്രായർ 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. He did not know where he is going, but he knew there is an inheritance and he is walking. താൻ എവിടേക്ക് പോകുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ തനിക്കൊരു കാര്യം അറിയാം, തനിക്കൊരു അവകാശമുണ്ട്. Through the journey, he has day by day he is coming to understand that the voice he heard was true. തന്റെ യാത്ര ഉടനീളം പല പ്രതിസന്ധികളൊക്കെ കടന്നാ പോകുന്നെങ്കിലും തനിക്കറിയാം ഞാൻ ആദ്യം കേട്ടിറങ്ങിയ ഒരു വാക്കുണ്ട്, അത് മാറില്ല. Why you are a believer, I am a believer. In our life, many challenges might come, but every challenge is subdued under us. God proving to us that what he said is true and that he will return and salvation is true. നമ്മുടെ ജീവിതത്തിൽ ഞാനും ഒരു വിശ്വാസിയാണ്, നിങ്ങളൊരു വിശ്വാസികളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നു. പക്ഷെ ഓരോ സമയത്തും എന്നെ വിളിച്ചവൻ താൻ ആദ്യം പറഞ്ഞ വാക്കിൽ, എന്റെ വാഗ്ദത്തത്തിൽ, എന്റെ പരമ പ്രത്യാശയിൽ വീണ്ടും എന്നെ ഉറപ്പിക്കും. Abraham came out for the larger picture. Jesus, God pulling him out says, I am taking to you a nation. But wait a minute, God, Ur is a very prosperous country. No, I am going to take you a nation better than this. ഇവിടെ അബ്രഹാമിനെ ദൈവം ഒരു വിശാല വിളിയിൽ, ഒരു പരമമായ ഒരു പ്രത്യാശയിലാണ് വിളിക്കുന്നത്. ഞാൻ നിന്നെ എടുത്ത് പാലും തേനും ഒഴുകുന്ന ഒരു നാട്ടിൽ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ദൈവം എനിക്കിതാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇവന് ഇരിക്കുന്ന സ്ഥലം ഊർ പട്ടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സംസ്കാര സമ്പന്നമായ അന്നത്തെ പട്ടണമല്ലേ? Jesus, now the word in the Holy Spirit is reminding about the journey of Abraham. ഇവിടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അബ്രഹാമിന്റെ യാത്രയെക്കുറിച്ച് എന്നോട് പറയുന്നു. Now I don't want to explain every word, but look over here, verse 9 and 10.
തുടർന്ന് നമ്മൾ അതിന്റെ 9, 10 വാക്യങ്ങളിൽ വരുമ്പോൾ Go ahead. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവശികളായി ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. He waited for a place whose foundation, architect and builder is God himself. തന്നെ ദൈവം കനാൻ നാട്ടിലേക്കാണ് വിളിച്ചത്. പക്ഷെ കനാൻ നാട്ടിൽ ചെന്നിട്ടും തന്റെ കാത്തിരിപ്പ് തീർന്നില്ല, തന്റെ എക്സൈറ്റ്മെന്റ് തീർന്നില്ല. ദൈവം തന്നെ ശില്പിയും പണിക്കാരനുമായ മറ്റൊരു നഗരത്തിനായിട്ട് താൻ കാത്തിരിക്കും. He is waiting for something better. അതിലും ബെറ്ററായ ഒന്നിനു വേണ്ടി ഇതാ കാത്തിരിക്കുകയാണ്. Something more glorious. കുറച്ചുകൂടെ മഹത്വപൂർണമായ ഒന്നിനായി താൻ കാത്തിരിക്കുകയാണ്. Now time is running, so I will precise and continue this. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചുരുക്കിയിട്ട് മുമ്പോട്ട്. Verse 13 the Bible says, അതിന് 30-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, but all these died in faith. ഈ വിശ്വാസത്താൽ പോയവരുടെ എല്ലാം കാര്യം എന്നിട്ട് പറയാണ്, ഈ വിശ്വാസത്താൽ 13 not receiving the promise. 13 അതിന്റെ 13-ാം വാക്യത്തിൽ പറയാണ്, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടു. They saw it from afar. How did they see it from afar? അവര് വിദൂരത്ത് നിന്ന് അത് കണ്ടെന്ന, അവിടെ ചെല്ലാത്തവരും അത് കണ്ടെന്ന് അവരെങ്ങനെ കണ്ടു? How did they see? എങ്ങനെ അവര് കണ്ടു? Not with their naked eyes. ഈ ഭൗതിക കണ്ണുകളാലല്ല കണ്ടത്. In their inner being, they saw, they persuaded, they saw that what is happening around them is temporary. We are traveling into a place whose architect and builder is God himself. ഈ ലോക ഭൗതിക കണ്ണുകളാൻ കാണാൻ മേലാത്ത എന്തോ ഒരു നഗരം, അതിന്റെ ശില്പിയും അതിന്റെ പണിയുന്ന ബിൽഡറും ദൈവമായിരിക്കുന്ന ഒരു മനോഹരമായ നഗരം അവര് കണ്ടു. ഭൗതിക കണ്ണുകളാലല്ല. അത് കണ്ടതുകൊണ്ട് അവരുടെ ചുറ്റും നടന്ന ഭൗതിക പ്രശ്നങ്ങളെയും അവർ കണ്ട് ഭാരപ്പെട്ടില്ല. കാരണം കാണുന്നതിനെയല്ല, കാണാത്തതിനെ അവർ നോക്കി. And verse 14 the Bible says, those who say such things declare plainly that they are seeking a homeland, or they are not of this earth. Before the foundation, they came from home. They will return to a home which was far more glorious. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചപ്പാട് കിട്ടിയ, വിശ്വാസം കിട്ടിയ, വിളി കിട്ടിയവർ അവർക്കറിയാം ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ ഒരിടത്തു നിന്ന് ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടവരാണ്. അതാണ് ഞങ്ങളുടെ ഹോം ലാൻഡ്. ആ ഹോം ലാൻഡിൽ ചെല്ലാൻ അവർ വാഞ്ചിയോടെ. The Bible says പിതൃഭവനം, father's house. ദൈവവചനം പറയുന്നത് പിതൃഭവനം എന്നാണ്. In the earth we say motherland. എന്നാൽ ഈ ലോകത്തിൽ എല്ലാവരും പറയുന്നത് ഇത് ഞങ്ങളുടെ മാതൃദേശമാണ്. This is temporary. ഈ മാതൃദേശം താൽക്കാലികം. Because we came from the father and we are going back to the father. അതെ, നമ്മുടെ പിതാവിൽ നിന്ന് ഇവിടെ അയക്കപ്പെട്ടവരാണ്. ഇവിടെ വന്നതുപോലെ നമ്മുടെ പിതൃനാട്ടിലേക്ക് പോകും. And then the Bible says in verse 15. അതിന് 15-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, And truly if they had called to the mind, or if some distraction came to the mind, they would have gone back. But they convinced themselves, no, God has prepared something better, a better city, a better place for them. അവര് 15-ാം വാക്യത്തിൽ തുറന്ന് വായിക്കാൻ, അവരെ വിട്ടു പോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകാനിടയുണ്ടായിരുന്നു. ആകയാൽ അവരെന്ത് ചെയ്തു? അവരെപ്പോഴും അവരുടെ മനസ്സിനെ തന്നെ കൺവിൻസ് ചെയ്തു. അവരുടെ ഉള്ളിൽ കിട്ടിയ കാഴ്ചപ്രകാരം ആ പിതൃദേശം, ബെറ്ററായ സ്ഥലം, അതിനെക്കുറിച്ച് അവരെ തന്നെ ഉത്ബോധിപ്പിച്ച് ഉള്ളത്തോട് പറഞ്ഞു, മടുക്കരുത്, മുമ്പോട്ട് പോകണം. That is
അവന്റെ കാലിന്റെ നൃത്തം ഒരിക്കലും മാറിപ്പോകത്തില്ല. He will never feel down. അവൻ ഒരിക്കലും തളർന്നു പോകത്തില്ല. Might be some issue come, he will be concerned. But again he will remind himself, no, this is temporary. I am in a journey. My salvation will be over when my Lord, the King of glory, will arrive. ഒരുപക്ഷേ യാത്രയിൽ അതും ഇതും ചെറിയ ടെർബുലൻസ് ഒക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നൊക്കെ ഭാരം വന്നേക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു വിശ്വാസി അവന്റെ ഉള്ളത്തെ തന്നെ ഉത്ബോധിപ്പിക്കും, ഇതൊന്നുമല്ല നിന്റെ സ്ഥലം, ഇവിടെ ഒന്നും നിന്നെ താഴ്ത്തില്ല, നിന്റെ പരമവിളിയുടെ ബിരുദ് ഉണ്ടല്ലോ. അവങ്ങളിലേക്ക് നോക്കുമ്പോൾ പിന്നെയും തുള്ളിച്ചാടി ആനന്ദിക്കും. That is why the Bible says, but now they desire a better, that is a heavenly country. Therefore God is not ashamed to be called their God, for he has prepared a city for them. തുടർന്ന് 16-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവവും അവരുടെ ദൈവമാണെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. Oh my dear friend, my dear brother, my dear sister, those who are watching me today. ആകയാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, Jesus said, seek the kingdom, all these things will be added to you. യേശു പറഞ്ഞു, മുമ്പേ നിങ്ങൾ രാജ്യം അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെയും ഈ ഭൗതികമായതൊക്കെ നിങ്ങൾ. Don't worry about anything of your challenges in this earth. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള പ്രതിസന്ധികളെ ആവശ്യങ്ങളെ കൊണ്ട് ഭാരപ്പെടരുത്. You and me are citizens of heaven. നിങ്ങൾ സ്വർഗീയ പിതൃദേശത്തിന്റെ സിറ്റിസൺസ് ആണ്. Heaven is your provider. My God will supply. The Father will supply every challenge. He will answer. എന്റെ പിതൃദേശം അവിടെയാകിയാൽ എന്റെ ഈ ലോകത്തിലെ എല്ലാ ആവശ്യങ്ങളും എന്റെ പിതൃദേശത്ത് നിന്ന് വന്നോളും. അവനാണ് എന്റെ പ്രൊവൈഡർ. ഇവിടുത്തെ ഒരു ലാക്കും എന്നെ തൊടത്തില്ല. Don't be concerned about your children because you did not create them. They were a gift to you. You just keep on moving forward. ആകയാൽ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നീ ഭാരപ്പെടരുത്, അവരുടെ ഭാവി എന്താണെന്ന് ഭാരപ്പെടരുത്. നീ അവന്റെ വിളി കേട്ട് മുമ്പോട്ട് പോകുമ്പോൾ നീ മുമ്പോട്ട് തന്നെ കുതിക്കുക. വാഗ്ദത്തം ചെയ്തവൻ അവരെ അത്ഭുതകരമായി. And when your focus is on the author and finisher of faith, look at Jesus. He put every weight away. He put every sin away, and he ran a race, and he is the forerunner who completed the race. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. അവൻ എല്ലാ ഭാരവും എല്ലാ ലോകത്തിന്റെതും ദൂരെ എറിഞ്ഞിട്ട് തന്റെ പരമവിളിയിലേക്ക് കുതിച്ചതുപോലെ അവൻ മുൻപോട്ട് പോയ അതേ വിശ്വാസ വഴിയിൽ നിങ്ങൾക്കും പോകും. Oh, like a good soldier, don't get entangled with anything, but let your focus be on the author and the finisher. He who began, he will end. He is the Alpha, he is the Omega, he is the beginning, he is your end. You are in his perfect plan. ആകയാൽ ഒരു നല്ല പടയാളിയെ പോലെ ജീവന കാര്യങ്ങളൊന്നും നിന്നെ കുടുക്കിക്കളയാതെ, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും നിന്നെ തല പൂഴ്ത്തിക്കളയാതെ, അതെല്ലാം വരുമ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് നിന്റെ ആത്മീയ യുദ്ധത്തിൽ മുമ്പോട്ട് പരമവിളിയുടെ പ്രത്യാശയിൽ മുമ്പോട്ട് പോകുമ്പോൾ അവയെല്ലാം നിന്നെ സേവിച്ചോളും. And that is why in the book of Revelation our focus is there of a new heaven, a new earth, where I saw God preparing the bride adorned with her husband. A loud shout from heaven, the tabernacle of God and men, he will dwell with them. God will wipe away their tears from their eyes. There shall be no more death. Oh, this is my focus. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ യോഹന്നാൻ ആ പരമ വെളിപ്പാടിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ പട്ടണത്തെ കാണുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. ഓ, ഇനി കണ്ണുനീരില്ല, നുറവിളിയില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അവിടമാണ് എന്റെ പ്രത്യാശ. Oh, every healing that took place today is an attestation of every dot comma of this word. ഈ ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 21-ൽ ദുഃഖമില്ലാത്ത മരണമില്ലാത്ത ആ നിത്യദേശത്തെ കുറിച്ചുള്ള ഉറപ്പാണ് ഇന്ന് നടന്ന രോഗസൗഖ്യത്തിലൂടെയും കാണുന്നത്. We are sure and we must persuade ourselves. Don't look at the economy. No, I don't say don't have wisdom. No. Ignore those issues and press yourself forward. ആകയാൽ ഈ ലോകത്തിൽ പല കാര്യങ്ങൾ കാണാം. സാമ്പത്തിക തകർച്ചകൾ കാണാം, ആ പ്രതിസന്ധി കാണാം, ഈ പ്രതിസന്ധി കാണാം. അതിനെ
ഒന്ന് നിന്നെ ബാധിക്കരുത്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യരുതെന്നല്ല, പ്ലാൻ ചെയ്തോണം. എന്നാൽ അതിൽ നീ കുടുങ്ങത്തില്ല. അതിനെയെല്ലാം പുറകിലെറിഞ്ഞ് മുമ്പോട്ട് പരമവിളിയിലേക്ക് നീ പോകണം. And that is why the Holy Spirit is given. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. Ephesians 1, the Bible says you are sealed by the Holy Spirit, who is a guarantee for your redemption. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 1-ൽ പരിശുദ്ധാത്മാവിനെ നിന്റെ വീണ്ടെടുപ്പ് നാളിന്റെ മുദ്രയായിട്ട് തന്നിരിക്കുക. Holy Spirit is a spirit of encouragement. പരിശുദ്ധാത്മാവ് നിന്നെ ഉത്സാഹിപ്പിക്കുന്ന ആത്മാവാ. I want to tell everyone today. എല്ലാവരോടും ഓർപ്പിക്കട്ടെ, Jesus said, യേശു പറഞ്ഞു, do not worry. ഒന്നിനെ കുറിച്ചും ആകുല ചിന്തപ്പെടരുത്. No, പാടില്ല. let nothing preoccupy your mind. Let your mind be set in that heavenly kingdom, a heavenly country which is far greater than this. If you are a believer of Jesus, you will believe this also. യേശു ക്രിസ്തുവിന്റെ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ ലോകത്തിലെ ഒന്നിലും നിങ്ങളുടെ മനസ്സിനെ താഴ്ത്തി ഭാരങ്ങളിൽ പെടുത്തരുത്. മറിച്ച് നമുക്ക് വേണ്ടി ഒരു നഗരം, നമുക്ക് വേണ്ടി ഒരു രാജ്യം, ആ രാജ്യത്തായിരിക്കട്ടെ നമ്മുടെ മനസ്സിന്റെ Our life, നമ്മുടെ ജീവിതം is not going to end here. ഇവിടെ അവസാനിക്കില്ല. That is why in 1 Corinthians chapter 15 the Bible says, death, where is your sting? അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 അവസാനിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? Grave, where is your sting? പാതാളമേ നിന്റെ ജയം എവിടെ? Then it says, thanks be to God. തുടർന്ന് ആ വചനം പറയാണ്, നമ്മുടെ കർത്താവായ യേശു മുഖേന ജയം തരുന്ന ദൈവത്തിന് നന്ദി. And then it says, therefore my brethren, എന്നിട്ട് പറയണം, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരേ, whatever you are doing unto the Lord, നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിനെന്ന വണ്ണം ചെയ്യണം. do it with excitement, അതൊരു ആശ്ചര്യത്തോടും ഉത്സാഹത്തോടും ചെയ്യണം. knowing ഒരു കാര്യം there അറിഞ്ഞുകൊണ്ട്, is a reward. കാരണം അതിന് പ്രതിഫലം ഉണ്ടെന്ന് അറിയണം. If your eyes are on the television news, if your eyes are on the circumstance, that is what the devil wants also. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സിന്റെ എല്ലാം ടെലിവിഷൻ വരുന്ന ന്യൂസും അവരിവരും പറഞ്ഞതിലാണെങ്കിൽ അവിടെയാണ് പിശാച് മുതലെടുക്കുന്നത്. Devil wants you to focus on things that are not important. ഒരിക്കലും പ്രാധാന്യമില്ലാത്തതായ, നിലനിൽക്കാത്ത താൽക്കാലികമായ പ്രതിസന്ധികളിൽ നിങ്ങളുടെ കണ്ണിനെ കൊണ്ട് ഫോക്കസ് ചെയ്യിപ്പിക്കാനാണ് പിശാച് നോക്കുന്നത്. But the word says, എന്നാൽ തിരുവചനം പറയുന്നു, if you are a part of his resurrection, then set your mind on the place where he is. ആ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നീയും പങ്കാളിയാണെങ്കിൽ നിന്റെ മനസ്സ് ഉന്നതമായതിൽ കൊണ്ടുവെക്കുക. And when you set your mind there, you will say, my God, my supply, my protection, my refuge, my redemption is the King of glory, Jesus Christ. നീ ഉയരത്തിലുള്ളതിന്മേൽ നിന്റെ മനസ്സ് വെച്ച് കഴിയുമ്പോൾ നീ ഉറപ്പായിട്ട് പറയും, എന്റെ ലക്ഷ്യം, എന്റെ ശക്തി, എന്റെ സകലവും കർത്താവിലാണ്. Today it is happening right now. ഇന്നിപ്പോൾ തന്നെ സംഭവിക്കുക. Whatever it is, dance and rejoice. ഏത് പ്രതിസന്ധിയും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. Nothing can stand in front of you. ഒന്നും നിങ്ങളെ തകർക്കത്തില്ല. Let your eyes be, a head be lifted up and not down. നിങ്ങളുടെ തല ഈ പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തി നോക്കുക. Hallelujah! Hallelujah! വേഗം വരുമേ എന്റെ യേശുവേ, വേഗം വരുമേ എന്റെ യേശുവേ, വേഗം വരുമേ എന്റെ യേശുവേ, വേഗം വരുമേ എന്റെ വേഗം വരുമേ എന്റെ ലോകം ആർക്കും അറിയത്തില്ല ഈ പാട്ട്. നമ്മുടെ പാട്ട് നമുക്ക് അറിയത്തില്ല. വെരി ഗുഡ്. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും. ഹല്ലേലൂയ. Do me a favor. എനിക്കൊരു ഉപകാരം ചെയ്യണം. Stop talking about corona, about financial problem, about this and that.
കൊറോണയെക്കുറിച്ചും ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന പരിപാടി അങ്ങ് നടത്തണം. If your wife comes and says gas is over, current is over, what shall I do? അയ്യോ ഭാര്യ വന്നിട്ടാണ്ട് കറണ്ടിന്റെ ബില്ലടയ്ക്കാനുണ്ട്, ഗ്യാസ് തീർന്നു പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണമെന്ന് നിക്ക്. God will supply. കർത്താവ് നൽകി തരും. Hallelujah. Lift that problem off. ആ പ്രശ്നത്തെ എടുത്തു മാറ്റുക. Inside of you, നിങ്ങളുടെ ഉള്ളിൽ that hope. ആ പ്രത്യാശ. Hope. That is why Peter says of a better and greater promises. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അവയാൽ നമുക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങളും തന്നിരിക്കും. I will continue this topic. ഈ ടോപ്പിക്ക് അടുത്ത ആഴ്ചയിലും തുടരാം. Why? എന്തുകൊണ്ട്? Because the hope of the believer of the coming of Jesus is far important and greater. എന്തെന്നാൽ ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാന വിളിയും പ്രത്യാശയും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അതിൽ വേണം കണ്ണുവെക്കാൻ. The more that becomes real, the whole book will come to life. ആ കർത്താവിന്റെ വരവെന്നുള്ള കാര്യം എന്റെ ഉള്ളിൽ വാസ്തവമായി ഞാൻ അതായി കഴിയുമ്പോൾ, എന്റെ ഉള്ളിൽ റിയൽ ആവുമ്പോൾ, ഈ തിരുവചനത്തിലെ ബാക്കി വാഗ്ദത്തങ്ങളും എല്ലാം റിയൽ ആയി. I'll be sure I will increase and never decrease. I'll be the head and never the tail. I will always run in a fire and in the glorious way. ഈ ലോകത്തിൽ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് ഷുവറാ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, എനിക്കൊന്നിനും മുട്ടുവരത്തില്ല. ഇതെല്ലാം എന്റെ കൂടെ ചേർക്കപ്പെടും. Rebuke every disbelief. Rebuke everything and say, no, my race is not yet over. എല്ലാ അവിശ്വാസത്തെയും ശാസിച്ച് അതിനെയെല്ലാം പുറകിലെറിഞ്ഞിട്ട് പറയണം, എന്റെ ഓട്ടം തീർന്നിട്ടില്ല. I am looking for a better country. ഞാൻ ഏറ്റവും മനോഹരമായ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു. I came from there, I am returning there. ഞാൻ അവിടുന്ന് വന്നതാ, ഞാൻ അവിടെ തന്നെ ചേരും. Today I am an ambassador of that country. ഇന്ന് ആ രാജ്യത്ത് നിന്ന് എന്നെ ഇവിടെ വിട്ടെങ്കിൽ ഞാൻ ആ രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയാണ്. My government takes care of me. എന്റെ ഗവൺമെന്റ് എന്റെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ നടത്തി. Don't be worried at all. ഒന്നിനെ കുറിച്ചും ആകുലയുന്നു. But let your eyes be upon Jesus, the author and finisher. മറിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ And യേശുവിലായിരിക്കട്ടെ. I worship you. And Lord,